ഇവിടെ 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 അല്ല ജയറാമേട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ജയറാമേട്ട പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചെന്ന്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ടീസർ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞാല് എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ ഇപ്പൊ പാണ്ഡി സാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വെക്കുമ്പോൾ ജയറാമേട്ടന്റെ ചിരിയാണ്, ഇപ്പറ വെക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്നതെന്ന് ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ എനിക്കൊരു ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉർവശിയുടെ അടുത്ത് പറയും ഇത് ചെയ്യണോ? അപ്പോൾ ഉർവശി പറയും ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൈലന്റ് ആയിട്ട് ഒരു റിയാക്ഷൻ, ആ റിയാക്ഷനിൽ തിയേറ്ററിൽ അത് ചിരി കിട്ടിയാൽ അത് സക്സസ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാടുണ്ടല്ലേ, ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ചിരിയായിരുന്നു. ശശി എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനും ജയറാമും അഭിനയിച്ചു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ എളുപ്പമാണെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം എന്നാണ് പറയുന്നത്. അവിടെ ഒന്ന് കൗണ്ടർ കൊടുത്താൽ ഉടനെ ജയറാമേട്ടൻ കൗണ്ടർ കൊടുക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് വെച്ചാൽ ജയറാമേട്ടൻ്റെ പേരാണ് എൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് എത്രമാത്രം ശരിയാണെന്ന് ഈ സിനിമയോട് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ഇതിനു മുമ്പുള്ള സിനിമയ്ക്ക് മനസ്സിലാവും. ജയറാമേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഉർവശിയും ഞാനും ചേർന്ന് അഭിനയിച്ച സിനിമകളിൽ ഏകദേശം 5 സിനിമയ്ക്കോ 6 സിനിമയ്ക്കോ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലയണ മന്ത്രം, മഴവിൽ കാവടി, കടിഞ്ഞൂൽ കല്യാണം, എനിക്ക് സിനിമകൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എല്ലാം. അപ്പോൾ അതിലൊക്കെ തന്നെ ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കാം. ഉർവശി പറഞ്ഞു എന്തിനാ ചെയ്തത്? ഞാൻ പറഞ്ഞു പ്ലീസ് ചെയ്യുമെന്ന്. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ സാറിന് അറിയാം ഉർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഉർവശി എന്നെ കുടിക്കണമെങ്കിൽ കോഫി ടീ ഏതും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, മോര് വേണോ, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഉർവശി അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത് അത് അറിയാം കൃത്യമായിട്ട്. അപ്പം അതുകൊണ്ട് കട്ടിയാതെ വന്നോ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഫണ്ണ് ലൊക്കേഷനിൽ ഉണ്ടായിട്ടില്ല. ജനമേട്ട, അപ്പോൾ ഏകദേശം ഒരു 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. അപ്പം ഒരു സ്റ്റേജിൽ ഇപ്പം കണ്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കൂടുന്നവരും എല്ലാ ആക്ടേഴ്സും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉർവശേഷി കണ്ടതിൽ ഏറ്റവും ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ആക്ടിങ്ങിലായാലും ഓൾസോ ജയറാമേട്ടനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശേഷിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടതിൽ? ഇപ്പോൾ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്കുകൾ, അയ്യോ പത്രികകള സാർ, ഉള്ളൊഴുക്ക്, അയ്യോ എന്താണ് പെർഫോമൻസ് ആയിട്ട്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന മുന്നേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണതെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഇങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും.
അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം, കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെ എൻജോയ് ചെയ്യുന്ന ഓരോന്നും. ചേട്ടാ പിന്നെ ഹലോ, ഇവിടെ തന്നെ ആ ആ ചേട്ടാ ഇപ്പം പൊന്നിയിൻ സെൽവൻ്റെ ഒക്കെ സെറ്റിനകത്ത് കിടന്ന് ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഈ പടത്തിന്റെ സെറ്റിൽ നടന്നു അതുപോലത്തെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാനത് പെട്ടെന്ന് ഒരുപാടുണ്ട് തോന്നി പെട്ടെന്ന്. ഞങ്ങൾക്ക് അനന്തിക ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളിയാണ്, ഒരുപാട് കലകൾ കയ്യിലുള്ള ഒരാളാണ്. അഭിനയം മാത്രമല്ല, ഡാൻസിൻ്റെ തന്നെ വിവിധ ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്, കഥകളി പഠിച്ചിട്ടുണ്ട്, കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്, മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓരോ ദിവസം ഞങ്ങൾ ഓരോന്ന് സെറ്റിൽ ചെയ്യിക്കും. അത് വളരെ ഇതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, എങ്കിലും അത് റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തിക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, തമിഴ് ഇനി ഞാൻ തമിഴിൽ കലക്കം നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡുരാജ് സാറിനൊരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് പാണ്ഡരാജരാജരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ നിന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഓരോ തമാശകള്. റെസ്പോൺസുകൾ കയറി. അപ്പോൾ ഒരു കില്ലിംഗ് ആണെങ്കിലും ഇപ്പോൾ ഒരു ത്രില്ലർ ആണെങ്കിലും പ്രേക്ഷകനെ ഇരുത്തി ചിരിപ്പിച്ച് കുടുംബത്തോടെ ഇരുത്തി ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സ് അല്ല. ഈ ട്രെയിലർ കാണുമ്പോൾ, ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോഴും ഒരു എന്താ പറയുക, മനസ്സിലൊരു എന്താ പറയുക, ഇതൊരു ഷുവർ ഹിറ്റ് ആണ് എന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത്? ചിരിപ്പിക്കുകയും വേണം, അതേ ആ പ്രഷർ ഇവിടെയാണ് സാർ, അതേ പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയും വേണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സാറിനെ സംബന്ധിച്ച്? അത് എപ്പോഴും ഒരു ഡയറക്ടറുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിന് കൂടി സെയിം ഡയറക്ടർ ചെയ്യുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൻ്റെ സക്സസ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതുന്നത് ഇപ്പോൾ എന്താ പറയുക, രഘുനാഥ് പലേരി സാറൊക്കെ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഒരു വാക്കുകൾ പോലും മാറ്റി വെക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിനകത്തൊരു ഹിഡൻ, സാർ നേരത്തെ പറഞ്ഞതാണ്, പകുതി കഥ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. പകുതി കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബാക്കി പറയണമെന്നില്ല, എന്നാ തുടങ്ങുന്നത്, നമുക്കിത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് വേണം, ഉർവശി ഒന്ന് ചോദിക്കാൻ നോക്കാറുണ്ട്. ഉള്ളി പറഞ്ഞ് ഓൾറെഡി ഉർവശി എടുത്താണ് സംസാരിച്ചത്, ഉർവശി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് കഴിഞ്ഞൊരു ഉർവശി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പാണ്ഡുരാജ് സാറിൻ്റെ സിനിമ കേട്ടോ ചോദിച്ചു. കേട്ടു, ആ കഥ ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിപ്പോഴല്ലേ കേട്ടത്, ഇന്നലെയല്ലേ കേട്ടത്, പിന്നെ എന്താ എൻ്റെ അടുത്ത് പിന്നെയും പറയുന്നത്? അല്ല, എൻ്റെ അടുത്ത് ആരോ 2-3 കഥ പറഞ്ഞു, അതിൽ ഏതാണ് പാണ്ഡുരാജ് സാർ പറഞ്ഞ കഥ ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കഥ അങ്ങോട്ട് ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഹ്യൂമർ ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹ്യൂമർ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും. സാനി മാസ്റ്റർ, സാനി മാസ്റ്റർ ഹലോ. வணக்கம். സാനി മാസ്റ്റർ ഈ അടുത്തൊരു ഡാൻസ് പെർഫോമൻസ് பார்த்துட்டு ജയറാമേട്ടനും സാനി மாஸ்டர் கூட. അപ്പം அதுக்குள்ள சாதி மாஸ்டர் ரொம்ப எக்ஸைட்டடா அவரை பாடுற மாதிரி ஆக்சுவலாக தெரிஞ்சிச்சு என்ன கேள்வின்ட்டு. பட் நான் வந்துட்டு ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகன் நான். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு, அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன்ன என்ன படம், நீங்கள் சன்ன ஒரு படம் பண்ணீங்களே,
அதில் பண்ண வேண்டிய சாங்கு. பட் நான் ஆக்சுவலாக டேட் சம்மந்த இதனால நான் பண்ணல. பட் நான் அப்போ வந்துட்டு காளிதாஸ்கிட்ட சொன்னேன், காளி உன்னோட உங்கள் அப்பா வந்துட்டு பயங்கரமான டான்ஸரு, அவருக்கு இப்போ உனக்கு பண்ணணும்னு ஆசை இல்லை, எனக்கு அவருக்கு கொரியோ பண்ணணும்னு ஆசை. பட் மிஸ் ஆகிடுச்சு, கண்டிப்பாக நெக்ஸ்ட் ஏதாவது மூவியில் பண்ணணும்னு ஆசைப்பட்டிருந்தேன். அப்போது இந்த ஆடியோ லான்ச் அப்போ வந்து நான் சாரை கேட்டேன், சார் இது மாதிரி ஒரு கண்டென்ட் இருக்குது சார், பண்ணலாமா, எனக்கு வந்துட்டு உங்களை வந்துட்டு அந்த டான்ஸ் ரீக்ரியேஷன் ஆடணும்னு எனக்கு ரொம்ப ஆசைன்னொன்னையும் சார் வந்து பயங்கர எக்ஸைட் ஆகிட்டார். ஐயோ பண்ணலாம் மாஸ்டர்ன்ட்டு. அது வந்து பெருசாக ரிஹர்சல் பண்ணல. ஷோ அந்த அன்னைக்குன்னா அதுக்கு முன்னாடி ஒரு 1 hour முன்னாடி தான் சும்மா லைட்டாக ரிஹர்சல் பண்ணார். அதில் ஸ்டேஜில் வந்தோடனே அது பிளாஸ்ட் ஆகிடுச்சு, ஃபுல் ஹெவி. எல்லாமே அதுதான் இப்போது சோஷியல் மீடியாலாம் போயின்னு வந்து எல்லாருமே வந்துட்டு மெசேஜ் பண்ணி என்னப்பா அவர் இந்த எனர்ஜியாக இந்த நான் வந்துட்டு நீங்கள் அவர் ஆட்டை நான் ரசிக்கிறேன், அவரோட டான்ஸை. அந்த ரியாக்ஷனோட பார்க்கறதுல எனக்கு ரொம்ப ஹாப்பியாக இருந்தது. அவர் கூட அந்த ஸ்டேஜில் அவர் கூட நான் டான்ஸ் ஆனது எனக்கு பயங்கர ஹாப்பி. അത് ആക്ച്വലി അത് ജയറാമേട്ടാ, അത് അവിടെ നിന്ന് വന്നതിന് മുന്നേ തൊട്ടടുത്തിരുന്ന ആൾ എന്നോട് പറഞ്ഞു പ്ലീസ് 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 പ്ലീസ്. പക്ഷെ ഞങ്ങൾ ചെയ്യണം. லாஸ்டா യെസ് റൈറ്റ് ட்ரை பண்ணுவோம். இருக்கு நம்மகிட்ட இருக்கு, நான் ட்ராக் வேணா தரேன், நீங்கள் அதை ப்ளே பண்ணுங்க. സനു സാർ ഓൾസോ ഇപ്പം இந்த മൂവിക്കുള്ള നടിക്കുമ്പോൾ ഇപ്പം ജയറാം സാർ கூட ஆയാலும் உர்வஷிமா கூட ஆயாலும் அவ்வளோ எக்ஸைட்டடாக நீங்கள் பார்த்த ஒரு சீன், இல்லைங்கி நீங்கள் என்ன ஆக்டிங் இது, அந்த மாதிரி இருந்த ஒரு சிச்சுவேஷன் ஏதாவது சொல்லுங்க. இல்லை ஆக்சுவலாக வந்துட்டு சார் வந்துட்டு எனக்கு ஒரு காம்பினேஷன் வந்து நான் தான் ரொம்ப பேசினே இருப்பேன். இவர் வந்து அந்த சைலண்ட்லேயே ரியாக்ஷன் காலி பண்ணிட்டு போயிடுறாரு, ஆஃப் பண்ணிடுறாரு. டைலாக்கில் அந்த ஃபேஸ் ரியாக்ஷனில் அந்த கண் பார்வையில் அதுலேயே நான் எக்ஸ்பெஷலி முடிச்சிடுவேன்ற மாதிரி தான். நம்ம எவ்வளோ தான் கத்தி ஓவராக பேசினாலும் பட் அந்த ஃபேஸில் அந்த ஷட்டிலாக ஒரு ஆக்டிங் ஒன்று இருக்குல்ல, அது வந்துட்டு வாய்ப்பு இல்லை. நான் வந்து பேசுவேன், யாரா அந்த மனுஷன் ஓவராக மூஞ்சி வந்துட்டு என்ன ரியாக்ஷன் இதெல்லாம். நான் அந்த டைலாக் பேசுகிறப்ப நான் யோசிப்பேன், இப்போ என்னடா இது டப்புன்னு காலி பண்ணுறாருன்ற மாதிரிலாம் இருக்கும். அவங்களும் சரி ஊர்வசியமாவும் சரி, அதான் இவங்களுக்கு வந்து ரொம்ப வந்துட்டு ஆக்சுவலாக இவங்க வந்து இந்த படத்தில் நடிக்கல, அப்படியே அந்த கேரக்டராக வாழ்ந்து தான் இருக்கிறாங்க.